നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നല്ല ഭൂമിയെക്കുറിച്ചും മോശം ഭൂമിയെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് പരിശോധിക്കുന്നത് ഭൂമിയുടെ ചെരിവുമായിട്ട് ബന്ധപ്പെട്ട് വാസ്തുവിദ്യ എന്ത് പറയുന്നു. പല ദിക്കിലേക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, അതുപോലെ ദിക്ക് തെറ്റിയൊക്കെ ചെരിഞ്ഞ ഭൂമികളെക്കുറിച്ചുണ്ട്. നമുക്ക് ഇന്ന് പരിശോധിക്കുന്ന ആ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യാല ചന്ദ്രികയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ ഉപയോഗിക്കുന്ന മനുഷ്യാല ചന്ദ്രികയാണെന്ന്. അതിലെന്താ പറയുന്നു നോക്കാം നമുക്ക്. ഇപ്പോൾ പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ചാഞ്ഞ ഭൂമി, അതായത് കിഴക്ക് വശത്തേക്ക് ചെരിഞ്ഞ ഭൂമിയെ അതിന് പറയുന്ന പേര് ഗോവീധി എന്നാണ്. അതിൻ്റെ ഫലം അഭിവൃദ്ധിയാണ്. നമ്മൾ പൊതുവെ ഇപ്പോൾ കിഴക്ക് ദർശനമായിട്ടാണ് കേരളത്തിൽ പൊതുവെ വീട് വെക്കാറുള്ളത്. അപ്പം ആ ഭാഗത്തേക്ക് ചെരിഞ്ഞ ഒരു ഭൂമിയാണ്, അങ്ങോട്ടാണ് നമുക്ക് ദർശനം കൊടുക്കുക സാധാരണഗതിയിൽ. അടുത്തത് വായുകോൺ, അഗ്നികോൺ. അറിയാലോ, വടക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നും തെക്ക് കിഴക്കേ ഭാഗം താന്നും കിടക്കുന്ന ഭൂമിയാണ് ഈ പറഞ്ഞ അഗ്നിവിധി എന്ന് പറയുന്നത്. ആ അഗ്നി ഭാഗത്തേക്ക്, അഗ്നി കോണിലേക്ക് ചാഞ്ഞ ഭൂമി, അതിന് ഫലം പറയുന്നത് ധനനാശമാണ്. അടുത്തത് വടക്കുയർന്ന് തെക്ക് താന്ന ഭൂമി, അതിന് യമവീഥി എന്നാണ് പറയുക. അതിന് ഫലം വരുന്ന മരണമാണ്. ഇപ്പം മരിക്കണം എന്നല്ല, പക്ഷേ ജീവിതം വളരെ ദുരിതമായിരിക്കും അത്തരം ഭൂമിയിൽ. അതുപോലെ ഈശാന കോൺ ഉയർന്ന് വടക്ക് കിഴക്കേ ഭാഗം ഉയർന്ന് തെക്ക് പടിഞ്ഞാറേ ഭാഗം താന്ന ഭൂമി, അതായത് നൃതികോണ് താന്ന ഭൂമി, നമ്മുടെ നാടൻ ഭാഷ കന്നിമൂല താന്ന ഭൂമി ഒരു ഭൂമിയുടെ, അതിന് ഭൂതവീതി എന്ന് പറയാം. ധനനാശമാണ്, അത് സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് വരില്ല. അതുപോലെ കിഴക്ക് ഭാഗം ഉയർന്ന് പടിഞ്ഞാറ് ഭാഗം താന്ന ഇത് ആ ഭൂമി, അത് സൂര്യൻ ഉദിക്കുന്ന ഒരു വലിയ മലയുടെ മേലായിരിക്കും, അവിടുന്ന് താഴോട്ട് ചെരിഞ്ഞ ഭൂമി, അതിന് ജലവീതി എന്ന് പറയാം. ദാരിദ്ര്യമായിരിക്കും അതിൻ്റെ പരിണിതഫലം. ഇനി അഗ്നികോൺ ഉയർന്ന്, അത് തെക്ക് കിഴക്കേ മൂല ഉയർന്ന് വായുകോൺ താന്ന ഭൂമി, അതായത് വടക്ക് പടിഞ്ഞാറ് ആ ഭാഗം താഴ്ന്ന ഭൂമി, അതിന് നാഗവീതി എന്ന് പറയാം. പുത്രനാശമാണ് ഫലം. ഇത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പല സ്ഥലം പരിശോധിക്കുമ്പോഴും അവിടുത്തെ മക്കളുമായിട്ട് ആ വീട്ടിലുള്ളവർക്ക്, പ്രത്യേകിച്ച് അച്ഛന് ഒരു സ്വരച്ചേർച്ച ഉണ്ടാവാതെ പോകുന്നതും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി ഏത് ഭൂമി എടുത്താലും നമുക്ക് കുറേയൊക്കെ സഹിക്കാം. വീട്ടിലെ മക്കളുമായിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ അഗ്നികോൺ ഉയർന്നിട്ട് വായുകോൺ താന്ന ഭൂമി പരമാവധി ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയുള്ളത്. അതുപോലെ തെക്കുവശം ഉയർന്ന് വടക്ക് വശത്തേക്ക് ചാഞ്ഞ ഭൂമി, അതിന് ഗജവീഥി എന്നാണ് പറയുക. ധനവർദ്ധന ഉണ്ടാകുന്ന നല്ല ഭൂമിയാണത്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്ന്, അത് നമ്മുടെ കന്നിമൂല നൃതികോൺ ഉയർന്ന് ഈശാനകോൺ താഴ്ന്ന, അത് വടക്ക് കിഴക്കേ മൂല താഴ്ന്ന ഭൂമിയെ ധാന്യവീതി എന്ന് പറയുക. സർവ്വം മംഗളമാണ്. ധാന്യം എന്ന് പറഞ്ഞാൽ ധനമുണ്ടാക്കുന്ന വസ്തുക്കളാണ് ധാന്യം. അത് പല വിധത്തിലാവാമെന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ കിഴക്കോട്ട് ചാഞ്ഞ ഭൂമി, വടക്കോട്ട് ചാഞ്ഞ ഭൂമി, വടക്ക് കിഴക്ക് ചാഞ്ഞ ഭൂമിയാണ് ഏറ്റവും നല്ല ഭൂമി. പക്ഷേ ഇപ്പോൾ കിട്ടാൻ തീരെ കുറവാണ്. അപ്പോൾ അഥവാ ഇനി മറ്റു ഭൂമിയാണ് കിട്ടിയെങ്കിൽ അതിനെ സംസ്കരിച്ച് അഭിവൃദ്ധിപ്പെടുത്തുന്ന ടെക്നിക്കുണ്ട്, അത് പിന്നീട് പറഞ്ഞുതരാം. എന്തായാലും ഇതാണ് ഭൂമിയുടെ ചെരിവും അതുപോലെ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മനുഷ്യാല ചന്ദ്രിക എന്ന ഗ്രന്ഥം പറയുന്നത്. നമുക്ക് പുതിയൊരു അറിവുമായി വരും ദിവസം കാണാം. നന്ദി, നമസ്കാരം.